സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട കുസ്തയായി എനിക്കേറെ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവചന ഭാഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 38 തുടങ്ങി 42 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ കേട്ട് തഴമ്പിച്ച ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. മർത്തായും മറിയവും തമ്മിലുള്ള വാഗ്വാദം. കർത്താവിനെ സൽക്കരിക്കാനായിട്ട് മറിയം അടുക്കളയിൽ പണിയെടുക്കുന്നു. കർത്താവിനെ സന്തോഷിപ്പിക്കാനായിട്ട് മറിയം കാൽപാദങ്ങളിലിരിക്കുന്നു. പക്ഷേ മർത്തായും മറിയവും തമ്മിലുള്ള ഈ മത്സരത്തിലെ കർത്താവ് ഒന്നാം സമ്മാനം കൊടുക്കുന്നത് മറിയത്തിനാണ്. അവൾ നല്ല ഭാഗം തെരഞ്ഞെടുത്തു എന്ന് കർത്താവ് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയുടെ അടിവേരില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുകയില്ല. ചിലപ്പോഴൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ യാതൊന്നും നേടാൻ കഴിയാത്ത മനുഷ്യരെ ദുഃഖത്തോടുകൂടെ എന്നെ കേൾക്കുന്നുണ്ടാകും. എനിക്ക് അവരോട് പറയാൻ ആഗ്രഹമുണ്ട്. പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം ഫലശൂന്യമാണ്. പ്രാർത്ഥന കൂടാത്ത പ്രവർത്തനവും പ്രവർത്തനം കൂടാത്ത പ്രാർത്ഥനയും രണ്ടും ഒരുപോലെ അപകടമാണ്. നമുക്ക് പ്രാർത്ഥനയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്താം. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയുടെ അടിവേരുകളുണ്ടാകട്ടെ. നമുക്ക് ആശീർവാദത്തിന് വേണ്ടി ശിരസ്സ് നമിക്കാം. ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, നിന്റെ മക്കളുടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ നീ ഏറ്റെടുക്കണേ. നീ യഹോവയായ കർത്താവാണ്. നിന്റെ ഹൃദയത്തോട് ചേർത്ത് നിന്റെ മക്കളെ ആശീർവദിക്കണേ. പൗരോഹിത്യന്റെ കൈവപ്പിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വരദാനങ്ങൾ നിന്റെ മഹത്വത്തിന് നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ നൽകുന്നു. നിന്റെ കുരിശിന്റെ വലിയ രക്ഷയുടെ മരണത്തെ ഓർത്ത്, നിന്റെ ഉത്ഥാനത്തെ ഓർത്ത്, നിന്റെ സ്വർഗാരോഹണത്തെ ഓർത്ത്, നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ഓർത്ത് നിന്റെ മക്കളുടെ മേല് നിന്റെ ആശീർവാദം ഉണ്ടാകുമാറാകട്ടെ. കനിവോടെ ആശീർവദിച്ച് നിന്റെ മക്കളെ സന്തോഷിപ്പിക്കാൻ നീ കാരണമാക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഒരുക്കി തരുന്ന അവസരങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 68-ാം സങ്കീർത്തനം 20-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. എന്തുമാത്രം പ്രത്യാശ പകർന്നു നൽകുന്ന വചനമാണിത്. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. പരിപൂർണമായും ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുടുംബമായി നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ്. സ്വർഗം നമ്മുടെ മധ്യേ മഹത്വത്തോടെ ഇറങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ ഒന്ന് ചേർന്ന് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. നമുക്ക് സന്തോഷത്തോടെ പാടി മഹത്വപ്പെടുത്താം. അല്പം കൂടി ശക്തിയോടെ കരമടിച്ച് എല്ലാവരും എല്ലാം മറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ
യേശുനാമമല്ലാതെ. ചേർന്ന് പാടുകേ, ബോധ്യത്തോടെ ചേർന്ന് പാടാം. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അവിശ്വാസത്തോടെ പാടിയേ, ഉറക്കെ നമുക്ക് പ്രഖ്യാപിക്കാം. സാത്താൻ അടിസ്ഥാനങ്ങളെ തകരട്ടെ, പാപക്കെട്ടുകള് പിഴുതുമാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. ചേർന്ന് പാടിയേ, മറ്റൊരുവനിലും ബോധ്യത്തോടെ രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്ത രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. യേശുവിലുള്ളൊരു വിശ്വാസത്തെ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. അബോധ്യത്തോടെ കരങ്ങൾ ഉയർത്തിയടിച്ച്, ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമം. ആ സന്തോഷം അനുഭവിച്ചു പാടിയേ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ചേർന്ന് പാടാം. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ. പറഞ്ഞു പാടിയ പരസ്പരം ആ ബോധ്യത്തോടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തികളൊക്കെ പരസ്പരം പുഞ്ചിരിച്ച് ചേർന്ന് പാടിക്കേ. നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഇരു കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി ദൈവമക്കളെ സ്വരമുയർത്തി യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ഓരോ കുടുംബങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വേദനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഹൃദയം നുറുക്കി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, കരം നീട്ടണമേ. സകല ബന്ധന കെട്ടുകളെയും പൊട്ടിക്കണമേ. പാപാസക്തികൾ നിർവീര്യമാക്കണമേ. തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ വിളിക്കും മക്കളെ, സ്വരമുയർത്തി വിളിക്കേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അഭിഷേകം ചെയ്യുക. ഭൂഖണ്ഡങ്ങളെ, ജനപദങ്ങളെ, കുടുംബങ്ങളെ, ദേശങ്ങളെ, രാജ്യങ്ങളെ അഭിഷേകം ചെയ്യുക. അനോയ്, അനോയ്, അനോയ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാപിതാവേ, ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ദാനമായി നൽകിയ യേശു ക്രിസ്തുവിന്റെ നാമത്തെ, യേശു ക്രിസ്തുവിന്റെ വചനത്തെ, യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ ബലിയെ പരിപൂർണമായി വിശ്വസിച്ച് ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകം പകരണമേ, കൃപ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, അമ്മയുടെ മേൽഹൃദയത്തോട് ചേർത്ത് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധ ത്രിത്വത്തിന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് രക്ഷ ക്രിസ്തുവിൽ മാത്രമാണ്. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന വിശ്വാസ സത്യത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് അപ്പോസ്തലൻ അന്നത്തെ ഭരണാധികാരികളെയും ജനപ്രമാണികളെയും നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു. അപ്പോസ്തല പ്രവർത്തനം 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമമല്ലാതെ. എത്ര കൃത്യമായാണ് പത്രോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഈ വലിയ വിശ്വാസ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ ജനപദങ്ങളുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കു വേണ്ടി, നിത്യരക്ഷയ്ക്കു വേണ്ടി
യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ പ്രിയ സഹോദര സഹോദരി മറ്റൊരു നാമവും എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടിട്ടില്ല. ലൂക്കാസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 9-10 തിരുവചനങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ബെത്ലഹേമിലെ വയലുകളിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട ഇടയന്മാരെ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, മാനവകുലം മുഴുവന്റെയും ലോക ജനതയ്ക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. വെളിപാട് പുസ്തകത്തിലോട്ട് വരുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. 5-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ഈ തിരുവചനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ആ ദർശനം കാണുകയാണ്. അവരെല്ലാം ഒരു അഭിഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇപ്രകാരം അവർ വിളിച്ചു പറയാണ്, പുസ്തകച്ചുരുൾ നിവർത്തുവാനും അതിന്റെ മുദ്രകൾ തുറക്കുവാനും കർത്താവേ, യേശുവേ, നീ യോഗ്യനാണ്. കാരണം യേശു തന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും സകല ഭാഷകളിലും സകല ജനതകളിലും ലോകത്തിലുള്ള സകലരെയും ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തു മാത്രമാണ് തന്റെ രക്തത്താൽ ഈ ലോകം മുഴുവനെയും ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയത്. നിങ്ങൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ സ്വരമുയർത്തി നമുക്കൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ചില വ്യക്തികളോട് പലപ്പോഴും ദൈവവചന ശുശ്രൂഷയിലേക്കും ആത്മീയ ശുശ്രൂഷ മേഖലകളിലേക്കെല്ലാം അവരെ പ്രത്യേകമായി ക്ഷണിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദര, ധ്യാനം കൂടുവാനായിട്ട്, വചനം കേൾക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾ അങ്ങനെ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ മദ്യപിക്കുന്നില്ല, ഞങ്ങൾ പുകവലിക്കുന്നില്ല, സമൂഹത്തിനും കുടുംബത്തിനും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, കുദാശകൾ സ്വീകരിക്കുന്നുണ്ട്, വ്യക്തിപരമായി ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നുണ്ട്, എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, സാധിക്കുന്ന വിധത്തിലെല്ലാം നന്മകൾ, നല്ല കാര്യങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ജനത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ധ്യാനത്തിന് ആവശ്യമില്ല. ഈ സൽപ്രവൃത്തികളൊക്കെ മതി അങ്ങ് സ്വർഗത്തിൽ എത്താനായിട്ട്. പലപ്പോഴും അവരെന്നോട് പറയാറുണ്ട്, സഹോദര, സമൂഹത്തിനും കുടുംബത്തിനും കണ്ണീരായി തലവേദനയെ നടക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. കള്ളു കുടിച്ച്, പുകവലിച്ച്, അശുദ്ധ ജീവിതത്തിലെ മോഷണ കേസുകളിലെല്ലാം പിടിക്കപ്പെട്ട സാമൂഹ്യ ദ്രോഹികളായ, അല്ലെങ്കിൽ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരുപാട് വേദനയായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരോട് ചെന്ന് വചനം പറ, അവരെ ധ്യാനത്തിന് വിളിക്കുക, ഇതുപോലെ ആത്മീയ ശുശ്രൂഷകളൊക്കെ എല്ലാം അവരെ കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങളോടിത് പറയണ്ട, കാരണം ഞങ്ങൾ നല്ലവരാണ്, അത്യാവശ്യം നന്മ പ്രവർത്തികളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ധാരണ ഇത് അനേകരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവമക്കളെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം വളരെ കൃത്യമായി നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ കൊർനെലിയൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാം. ആരായിരുന്നു കൊർനെലിയൂസ്? അവൻ ഇത്താലിക്ക എന്ന് പറയുന്ന ഒരു സൈന്യ വിഭാഗത്തിലെ പട്ടാള മേധാവിയായിരുന്നു, ഒരു ക്യാപ്റ്റൻ ആയിരുന്നു, നിസ്സാരക്കാരനല്ല. ഈ കൊർനെലിയൂസിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. 10-ാം അധ്യായം 2-ാം വചനത്തിൽ കൊർനെലിയൂസ് ആരാണെന്ന് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. ഈ തിരുവചനത്തിൽ 4 കാര്യങ്ങളാണ്, സൽഗുണങ്ങളാണ് കൊർനെലിയൂസിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം വാക്യം 22 വരുമ്പോൾ വീണ്ടും 3 കാര്യങ്ങൾ കൂടി നമുക്ക് കാണാൻ പറ്റും. കൊർനെലിയൂസ് അവൻ നീതിമാനായിരുന്നു. വീണ്ടും വചനം പറയാണ്, ദൈവഭയമുള്ളവനും യഹൂദ ജനത്തിന് മുഴുവൻ
സുസമ്മതനുമായ വ്യക്തിയായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ ദൈവമക്കളെ ശ്രദ്ധിക്കണം, ഈ കൊർന്നലിയൂസിനോട് കർത്താവിന്റെ ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിയേ. ദൈവനിഷേധികളായ, ദൈവത്തിൽ വിശ്വസിക്കാത്ത, എത്തിസ്റ്റ് ചിന്താഗതിയിൽ നിരീശ്വരവാദികളായ വ്യക്തികളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, നല്ല ജീവികാന്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവർ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഒരുപാട് ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ ദൈവനിഷേധികളാ. ഞാൻ ചോദിക്കട്ടെ, ഇവർ ദൈവത്തിൽ വിശ്വസിക്കാതെ ഈ നല്ല കാര്യങ്ങൾ, നന്മ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് പൂർണ്ണമായും അവർ നിത്യരക്ഷയിലാണ് നമുക്ക് പറയാൻ പറ്റൂ? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും സഭയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയല്ല. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും, ഇതാ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ വർഷം വിശ്വാസ വർഷമായ ആഗോള സഭയിൽ പ്രഖ്യാപിച്ചിരിക്കുക. മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിശ്വാസ വർഷത്തിൽ ദൈവജനത്തിനു വേണ്ടി താൻ തയ്യാറാക്കിയ ഒരു അപ്പോസ്തലിക ലേഖനമുണ്ട്. മലയാളത്തിൽ വിശ്വാസത്തിന്റെ കവാടം എന്നാണ് അതിന്റെ പേര്. അതിൽ മാർപ്പാപ്പ വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നിശ്ചയമായും നമ്മെ രക്ഷയിലേക്ക് എത്തിക്കുന്നത്. ഹല്ലേലൂയ. എത്രയോ വ്യക്തികള്, സെക്കുലറിസത്തിന്റെ ആൾക്കാര്. എന്താ ഈ സെക്കുലറിസം? ദൈവത്തെ എനിക്ക് ആവശ്യമില്ല, ഞാൻ തന്നെ ഒരു ദൈവ. നന്മയേത തിന്മയേത തീരുമാനിക്കുന്ന ദൈവമല്ല, അത് ഞാനാണ് എന്ന് പറഞ്ഞ് സെക്കുലറിസത്തിലെ പിടിയിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന അനേകം ജീവിതങ്ങള് അവരും ചാരിറ്റി ചെയ്യുന്നുണ്ട്. അവർ ഒത്തിരി നന്മകൾ ചെയ്യുന്നുണ്ട്, പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവിന്റെ വചനം വളരെ ശക്തമായി പഠിപ്പിക്കുകയാ, ഇവരിതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിത്യജീവന്റെ അനുഭവത്തിലല്ല. കാരണം യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 തിരുവചനം, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അരികിലേക്ക് വരുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. എത്ര കൃത്യമാണ് ദൈവമക്കളെ ഈ വചനം. വീണ്ടും ഹെബ്രായ പുസ്തകം 5 അധ്യായം 9 തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം യേശു ക്രിസ്തു നിത്യരക്ഷയുടെ ഉറവിടമായി. ദൈവമക്കളെ, നമ്മുടെ നിത്യരക്ഷയുടെ ഉറവിടം ക്രിസ്തുവാണ്. നിത്യജീവന്റെ സോഴ്സ് യേശുവാണ്. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി നമ്മൾ എന്തുമാത്രം ചാരിറ്റി ചെയ്താലും, പരോപകാരങ്ങൾ ചെയ്താലും, സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്താലും നിത്യജീവൻ സ്വന്തമാക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം ശക്തമായി പഠിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5 അധ്യായം 12 തിരുവാക്യം എന്താ വചനം പറയുന്നത്? ക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. കൊർന്നലിയൂസിന്റെ ജീവിതത്തിലോട്ട് വരുമ്പോഴും നമുക്കിതാ കാണാൻ പറ്റുന്നത്. എന്തുമാത്രം നീതിമാനായിരുന്നവൻ. പക്ഷെ ദൈവത്തിന് ദൂതൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11 അധ്യായം 14 തിരുവചനം എന്താണ് ദൈവദൂതൻ പറഞ്ഞത്? കൊർന്നലിയൂസേ, നിനക്കും നിന്റെ ഭവനത്തിനും മുഴുവൻ രക്ഷ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ അവൻ നിങ്ങൾ അറിയിക്കുക. ആരാണ് ഈ അവൻ? പത്രോസ്ലീഹയാണ്. നമുക്ക് പിന്നീട് കാണാൻ പറ്റും, വിജാതിയുടെ പെന്തക്കോസ്ത കൊർന്നലിയൂസിന്റെ വീട്ടിൽ വെച്ച് വെളിപ്പെടുകയാ. സ്വർഗം വിട്ടിറങ്ങിയ പരിശുദ്ധാത്മാവ് ആ വിജാതിയിലേക്ക് ഇറങ്ങി വന്ന് അവരെല്ലാം ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെടുന്നതായി തുറന്നു വരുന്ന വചനഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1 ലേഖനം 3 അധ്യായം 11 തിരുവചനം, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു, അതിന്മേൽ മറ്റൊരു അടിസ്ഥാനം സ്ഥാപിക്കുവാൻ ഇനി ആർക്കും കഴിയുകയില്ല. പ്രിയ സഹോദര സഹോദരി, എന്റെയും നിങ്ങളുടെയും നിത്യരക്ഷയുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. ഇനി മറ്റൊരു അടിസ്ഥാനം ഈ ലോകത്തിൽ ആർക്കും, ഒരു റിലീജിയസ് ലീഡറിനും സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശക്തമായി എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുകയാണ്. കൊർന്നലിയൂസിന്റെ ജീവിതത്തിലോട്ട് നോക്ക്. അവൻ ഈ ദാനധർമ്മങ്ങളും സൽകൃത്യങ്ങളൊക്കെ ചെയ്തു. എന്താണ് കൊർന്നലിയൂസിനോട് സ്വർഗം സംസാരിച്ചത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10 അധ്യായം 4 തിരുവചനം ദൈവദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ
അനുസ്മരിപ്പിച്ചിരിക്കുന്നു. ദൈവം നിന്നെ ഓർത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ സൽപ്രവർത്തികളും ദാനധർമ്മങ്ങളും ജീവികാന പ്രവർത്തനങ്ങളിലെല്ലാം സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണത വരുന്നത് നമ്മൾ ക്രിസ്തുവിനെ പൂർണ്ണമായും സ്വീകരിച്ചു കഴിയുമ്പോഴാണ്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വെള്ള പേപ്പർ തരികയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു 6 അങ്ങിട്. നിങ്ങളെല്ലാവരും തന്നെ 6 ഇട്ട് ഓരോ 0 ഇങ്ങനെ ഇടുകയാണ്. തുടർന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതെത്രയാണ് നിങ്ങളത് പറയാം. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? 6 എന്നല്ലാതെ എത്ര വർഷം ഇരുന്ന് നിങ്ങൾ ചിന്തിച്ചാലും നോക്കിയാലും 6 എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവില്ലാത്ത സൽപ്രവർത്തികൾ ഇതുപോലെയാണ്. ക്രിസ്തുവില്ലാത്ത ചാരിറ്റി ഇതുപോലെയാണ്. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പരോപകാര പ്രവർത്തികൾ ഇതുപോലെയാണ്. എന്നാൽ ദൈവമക്കളെ, ആ 6 ഇടതുഭാഗത്ത് നിങ്ങൾ ഒരു സംഖ്യ ഇട്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 1 നിറക്കമിട്. അത് 10 ലക്ഷമായിട്ട് മാറി. അത് 10 ലക്ഷമായിട്ട് മാറി. അപ്പൊ പൂജ്യങ്ങൾക്ക് വിലയുണ്ടോ? വിലയുണ്ട്. എപ്പോഴാണ് വില വരുന്നത്? അതിന്റെ ഇടതുഭാഗത്ത് മറ്റൊരു സംഖ്യ 1, 2, 3 എന്ന് തുടർന്ന് സംഖ്യ വരുമ്പോൾ അതിന് വിലയാകും. ഇതുപോലെ സൽപ്രവർത്തികളും പരോപകാര പ്രവർത്തികളും ചാരിറ്റിക്കൊക്കെ വിലയുണ്ട്. പക്ഷെ അതതിന്റെ പൂർണ്ണതയിൽ വരുന്നത് ക്രിസ്തു അതിൽ വരുമ്പോഴാണ്. ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. ആയതിനാൽ ദൈവമക്കളെ, പൂർണ്ണമായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിനെ ഭരമേൽപ്പിക്കാം. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഒരു സമർപ്പണത്തോട്ട് വരാൻ നിനക്ക് കഴിയുമോ? എങ്കിൽ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ, അഭിഷേചിക്കുവാൻ കർത്താവിത നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ, കുടുംബത്തിന് മുൻപിൽ വന്നിരിക്കുകയാണ്. തിരുസഭയ്ക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളായിരിക്കുന്ന സമൂഹത്തിനും ഒരു അനുഗ്രഹമായി നമുക്ക് തീരാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു.